ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോക്കാണ്. നമ്മളെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു വായനശാലയാണ്. അപ്പോൾ അയ്യോ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ടാറ്റാ വീഡിയോയിലൂടെ കാണാം. അയ്യോ അതിനെങ്ങോട്ടോ ഒരുപാട് കാലമായി നമ്മുടെ ചുറ്റുപാടത്തുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരു ടൂർ സംഘടിപ്പിക്കണം എന്നുള്ള നിലയിൽ പറയുന്നു. അപ്പോ എന്നാണ് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ തീരുമാനം എല്ലാവരെയും കുടുകൂടെ ചിരിപ്പിക്കാൻ സഖാവിന്റെ ചില മന്ത്രകൈകൾ കൊടിക്കൈകളുണ്ട്. അതെല്ലാം പുറത്തെടുക്കുന്നതായിരിക്കും. അതിന് ഉച്ചയ്ക്ക് ശേഷം ആവണം എന്നാണ് പറയുന്നത്. എന്തായാലും സഖാവിന്റെ സ്റ്റേജിലേക്ക് കടന്നുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ജിജോ പ്ലീസ് കം ഓൺ. എല്ലാവരും ചായ കഴിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടതാണ്. അരമണിക്കൂർ നമ്മൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തിയിട്ടുള്ളത്. ബസ്സിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ലൊരു വൈബുള്ള ഹോട്ടൽ തന്നെയായിരുന്നു അത്. ഒരു സീറ്റ് ഉണ്ട്. കറിയൊന്നും പോണേ ഒന്നും പോരാ. വളയിലയച്ചു കൊടുക്കണം. നിങ്ങൾ കഴിക്കുന്നത് ഫോട്ടോല്ല വീഡിയോ ആണ്.
ആദ്യം തന്നെ നമ്മൾ പോകുന്നത് എന്നൂർ എന്ന ഗോത്ര പൈതൃക ഗ്രാമം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുന്ന് താഴെ നിന്ന് ജീപ്പിലാണ് പോകേണ്ടത്. അപ്പോൾ ജീപ്പിൽ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ജീപ്പ് കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു. ഭയങ്കര ആൾക്കാരുള്ളത് കൊണ്ട് ഒരു ജീപ്പിൽ 7 ആൾ 8 ആൾ വെച്ചിട്ട് അങ്ങ് മുകളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ആ സമയം നമുക്ക് കുറേ സമയം താഴത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയം കൊണ്ട് താഴ്ന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ടും അതേപോലെ കുട്ടികൾ കളിക്കുന്നതിലായിട്ടും കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ സമയം ചിലവഴിക്കാനുണ്ടായിരുന്നു. नहीं ना ഫോണിലല്ലേ അഥവാ വെള്ളത്തിൽ നമ്മുടെ നന്നവരായിട്ട് നമ്മുടെ കറിക്ക് കൂട്ടി ഞാൻ ഈ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എവിടെ ഡാൻസ് ആരാ ഡാൻസ് കളിക്കുന്നത്? അയ്യോ
ഇതൊരു വീട് കണ്ടാ, ഇതെല്ലാം ഓരോ വീടാ. ഇവരെ വീട് കാട്ടിൽ താമസിക്കുന്നവരെ. കാട്ടിൽ താമസിക്കുന്നവരെ. അവിടുന്ന് നടന്ന് തളർന്ന് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ എല്ലാവരും ക്ഷീണം പിടിച്ചുകൊണ്ട് തന്നെ ഫോണൊന്നും എടുക്കാൻ നിന്നില്ല, നേരെ ഓടിപ്പോയി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അടുത്ത ഡെസ്റ്റിനേഷൻ താമരശ്ശേരി ചുരം വ്യൂ പോയിന്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങോട്ട് ബസ് നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നിട്ടാണ് പോയത്. സാരിയും കിട്ടൂല. അവിടുന്ന് കണ്ട ഒരു വ്യൂ ആയിരുന്നു ഇത്. ഒരു താജ്മഹൽ ലുക്കിലൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങും അതിനടുത്ത് ഫ്ലാറ്റ് പോലെയുള്ള ഒരു ബിൽഡിങ്ങും 2-3 ബിൽഡിങ്ങും ഒക്കെ കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യണേ. അതല്ലടാ ഇല്ലല്ലോ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പൂക്കോട് തടാകമായിരുന്നു. അവിടെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ കാരാപ്പുഴ ഡാമായിരുന്നു. അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ഇറങ്ങി സ്ഥലമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ബസ്സിലേക്ക് നമ്മൾ പോയി. അങ്ങനെ ഞങ്ങൾ കാരാപ്പുഴ ഡാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാം എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡാം മാത്രമേ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ ഒരു അടിപൊളിയായിരുന്നു. നല്ല പാർക്കും ഒരുപാട് നടന്നു കാണേണ്ട സ്ഥലവും ഗാർഡനും ഒക്കെ ആയിട്ട് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരാപ്പുഴ ഡാം കേരളാസ് ലോങ്സ്റ്റ് സിപ്പ് ലൈൻ ഇവിടെ.
ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല അങ്ങനെ വരുവാന്ന്. ഇത് അതിനേക്കാളി വലുതാണ്. രണ്ട് അത് അവരെ നോക്കിട്ടെ, അവര് ഏടിയ ഉള്ളിൽ നോക്കിട്ടെ. ഇന്ത്യ മോനെ അത് വീഴുന്ന പോലെ തന്നെയാണ്. അതായത് ഇത് ലോങ് വീഡിയോ അല്ലേ? ക്ലിയർ ലോട്ടറി കാണിച്ചേ ലോട്ടറി കാണിക്കാം, അമ്മേനെ കാണിക്കും. അങ്ങനെ ബസ്സിൽ കുറേ സമയത്ത് ഡാൻസിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു ഷോപ്പിൽ നിർത്തി. ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് പ്രോഡക്ട്സും ചായപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയായിരുന്നു നിർത്തിയത്. അപ്പോൾ അവിടുന്ന് കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഓഫീസിലേക്കും വീട്ടിലേക്കും ഒക്കെ മിഠായിയും ചോക്ലേറ്റ്സൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് കഴിച്ച സെയിം ഹോട്ടലായിരുന്നു അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി അൽഫാമായിരുന്നു. അപ്പോൾ അൽഫാമൊന്നും അധികം ആർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം എല്ലാവരും ഒന്നും അങ്ങനെ അൽഫാമൊന്നും കഴിക്കുന്നവരല്ല. കൂടാതെ ഒരുപാട് പേർക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ കുറേ പേര് പൊറോട്ടയും അങ്ങനെ വെജ് കറിയും ഒക്കെ വാങ്ങിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിച്ചു. അങ്ങനെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ എത്തിയത്. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ വീട്ടിലേക്കൊക്കെ പോയി. ബസ്സും പോയി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ്. ഇനി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഓഫീസിൽ പോകണം. ഏട്ടനും പോകണം ബസ്സിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.
ഗുഡ് നൈറ്റ്.